ഹായ് മക്കളെ, NSMC എക്സാമിന് മാത്സിൽ നിന്ന് ഒരു 3 അടിപൊളി ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മളിത് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. നമ്മളിത് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് കോഡിലേറ്ററൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ബൈസെക്ടേഴ്സ് ഓഫ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം എൻക്ലോസസ് എ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾക്ക് ഒരു പാരലോഗ്രാം ABCD തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് എന്താ? ആംഗിൾ ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് കട്ട് ചെയ്യുക. നോക്കടാ, ഒരു പെന്ന് ഇതിനെ ഈക്വലായിട്ട് കട്ട് ചെയ്യുക. ഇതിപ്പോൾ ഒരു 10 സെൻറ്റിമീറ്ററുള്ള ഒരു പെന്നാണെങ്കിൽ ഇതിനെ 5 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ആയിട്ട് വേറൊരാൾ വന്ന് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, വേറൊരു പെന്നോ എന്തെങ്കിലും വന്ന് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? ബൈസെക്ട് ചെയ്യുന്നുണ്ട്. സിംഗിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഈക്വലായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഈ ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ. ആ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്ന ഒരാൾ വന്ന് ആര് കട്ട് ചെയ്യുന്നുണ്ട്? ഇയാൾ കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ വരുന്ന ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ, അതിനെ ഈക്വലായിട്ട് വന്ന് കട്ട് ചെയ്യുന്നുണ്ട് ആര്? ഇയാൾ. ഈക്വലായിട്ട് കട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഡിവൈഡ് ആയിട്ട് പോകും ഈക്വലായിട്ട്. അതായത് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഇപ്പോൾ ഒരു 60 ആണെങ്കിൽ ഈ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ 30 ആയിരിക്കും, ഇതിന് താഴെയുള്ളത് എത്ര ആയിരിക്കും? 30 ആയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇവിടെ ഈ ആംഗിൾ ഈ 2 ആംഗിൾസ് ആഡ് ചെയ്താൽ എന്തായിരിക്കും വരിക എന്ന് പറയാൻ പറ്റുമോ? ആ 2 ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ് വരിക. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് 2 പാരലൽ ലൈൻസ്, നമ്മൾ 2 പാരലൽ ലൈൻസ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. 2 പാരലൽ ലൈൻസ്, ആ 2 പാരലൽ ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് അതിനെ വേറൊരാൾ വന്ന് കട്ട് ചെയ്യാണ്. ഒരു ട്രാൻസ്വേഴ്സൽ മൂന്നാമത്തെ ഒരാൾ വന്ന് കട്ട് ചെയ്യാണ്. അപ്പം ഒരേ സൈഡിൽ ഉണ്ടാവുന്ന ആംഗിൾസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോ ഇൻറ്റീരിയർ ആംഗിൾസ്. ഒരേ സൈഡിൽ ഉണ്ടാവുന്ന ഇൻറ്റീരിയർ ആംഗിൾസ്. നോക്കടാ, ഒരേ സൈഡിൽ ഉണ്ടാവുന്ന ഇൻറ്റീരിയർ ആംഗിൾസ്. ഓക്കെ, ഒരേ സൈഡിൽ ഉണ്ടാവുന്ന ഇൻറ്റീരിയർ ആംഗിൾസിനെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്നും പറയും. കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. എപ്പം? പാരലൽ ലൈൻസ് ആകുമ്പോൾ. അതായത് ഈ 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ ഈ ഉണ്ടാവുന്ന ഈ 2 ആംഗിൾസ് ആണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ്. ആ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആഡ് ചെയ്താൽ എന്താ വരിക? 180 ഡിഗ്രി. ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മക്കളെ പറ, ഈ ആംഗിളും അതായത് ആംഗിൾ എയും ആംഗിൾ ഡിയും ആഡ് ചെയ്താൽ എന്താ വരിക? 180 ഡിഗ്രി. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പല ബുക്കിലും, ടെക്സ്റ്റ് ബുക്കിലായിക്കോട്ടെ, പല ബുക്കിലും ഒരു പ്രൂഫായിട്ട് പഠിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രൂഫായിട്ട് പഠിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 ഡിഗ്രി ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കുന്നത്? അതായത് ഇവിടെ ബൈസെക്ടേഴ്സ് ഒക്കെ വരയ്ക്കുന്നുണ്ടല്ലോ. ഇതൊരു ബൈസെക്ടർ, ഇത് വേറെ ബൈസെക്ടർ, ഇത് വേറെ ബൈസെക്ടർ, ഇത് വേറെ ബൈസെക്ടർ. ഈ ബൈസെക്ടേഴ്സ് എല്ലാം കൂടി വരുന്ന സമയത്ത് ഇവിടെ ഒരു ഷേപ്പ് ഉണ്ടാവുന്നുണ്ട്. PQRS എന്ന് പറയുന്നൊരു ഷേപ്പ് ഉണ്ടാവുന്നുണ്ട്. ഈ ഷേപ്പ് എന്താണ്? റോംബസ് ആണോ, റെക്റ്റാങ്കിൾ ആണോ, സ്ക്വയർ ആണോ, പാരലോഗ്രാം ആണോ? ഈ കാര്യമാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇവിടെ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റില്ല. ഒരു പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ആ മെത്തേഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകാം. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 ആണ്. ഞാൻ എന്ത് ചെയ്യാണ്? 2 ഭാഗത്തും ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ 1/2 ഇൻറ്റു ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു എന്ത് വരടാ? 1/2 ഇൻറ്റു ആംഗിൾ 180 ഡിഗ്രി. ബുദ്ധിമുട്ടൊന്നുമില്ല, ഉണ്ടോ? ആംഗിൾ 180 ഡിഗ്രിയാണ്. എടാ, ഈ ആംഗിൾ 180 ഡിഗ്രി എന്ന് പറയുന്ന സമയത്ത് ഈ 180യും 2 കൂടിയും ക്യാൻസൽ ചെയ്താൽ എല്ലാവർക്കും വരാം എന്താ വരിക? 90 ആണ് വരിക. ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ 1/2 ഇങ്ങോട്ടേക്കും പോകും. അപ്പോൾ എന്താ വരിക? 1/2 ഇൻറ്റു ആംഗിൾ എ പ്ലസ് 1/2 ഇൻറ്റു ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു എന്ത് വരണം? 90 ഡിഗ്രി എന്ന് വരും. എടാ, 1/2 ഇൻറ്റു ആംഗിൾ എ, അതായത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ കാര്യം, ഈ ആംഗിളിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് എടുക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കാര്യം ഇതും താഴത്തുള്ളതും മുകളിലുള്ളതും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ 1/2 ആംഗിൾ എ എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ എഴുതി കൂടെ? ആംഗിൾ ഡി എ പി എന്ന് എഴുതി കൂടെ? എഴുതാൻ പറ്റും, കാര്യം അതിൻ്റെ പകുതിയാണ്. അതേപോലെ 1/2 ആംഗിൾ ഡി എന്ന് പറയുന്ന സമയത്ത് ആംഗിൾ എ ഡി പി എന്ന് എഴുതി കൂടെ? ADP എന്ന് എഴുതാൻ പറ്റില്ല? എഴുതാൻ പറ്റും, കാരണം അത് നേരെ പകുതിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി. എന്നിട്ട് ആംഗിൾ DAP പ്ലസ് ADP ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി നോക്കടാ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ADP എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിളിൽ ഏത് ട്രയാങ്കിൾ ആയിക്കോട്ടെ, അതിൽ ടോട്ടൽ ആംഗിൾ, സം ഓഫ് ആംഗിൾസ് എപ്പോഴും എന്ത് വരുള്ളൂ? 180 ഡിഗ്രി വരുള്ളൂ. അതായത് ഈ ആംഗിളും ഈ 3 ആംഗിളും ആഡ് ചെയ്താൽ എത്ര വരുള്ളൂ? 180 ഡിഗ്രി. എത്ര വരുള്ളൂ? 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ആംഗിൾ DAP പ്ലസ് ആംഗിൾ ADP പ്ലസ് ആംഗിൾ
ഡി പി എ, ആംഗിൾ ഡി പി എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ഓക്കെ, അതായത് ഈ 3 ആംഗിൾ, അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള 3 ആംഗിൾ, ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള 3 ആംഗിൾ ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ്. അതാണ് കാര്യം. ഇവിടെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എത്ര വരിക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ് പ്ലസ് ആംഗിൾ ഡി പി എ ആണ് ഈക്വൽ ടു എന്താണ്? 180 ആണ്. അപ്പോൾ ഈ 90 ഡിഗ്രി അപ്പുറത്തേക്കോട്ടെ, പുറത്തേക്ക് പോകുമ്പോൾ എന്താ വരിക? മൈനസ് വരും. ആംഗിൾ ഡി പി എ ഇസ് ഈക്വൽ ടു 180 മൈനസ് 90. ഞാൻ ചെയ്യണോ? 180 മൈനസ് 90 ഞാൻ ചെയ്യണോ? 90 അല്ലേ? 90 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ആംഗിൾ ഡി പി എ എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ഡി പി എ 90 ഡിഗ്രി കിട്ടി. ഇനി മനസ്സിലാക്കേണ്ട കാര്യം മക്കളെ, ഒരു 2 ലൈൻസ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്ര വരുള്ളൂ? 90 ഡിഗ്രി വരുള്ളൂ. എന്താ കാരണം? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതായത് ഒരു ലൈനിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും എപ്പോഴും എന്തേ വരുള്ളൂ? ഈക്വലേ വരുള്ളൂ. അപ്പോൾ അതേ ലോജിക്ക് വെച്ചിട്ട് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ അത് 90 ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാകുന്ന ഈ ആംഗിൾ എത്ര വരുള്ളൂ? അത് 90 ഡിഗ്രി വരുള്ളൂ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ആ ഫിഗർ മാത്രമായിട്ടൊന്ന് വരച്ചുതരാം. ഓക്കെ, തൽക്കാലം ഇത് നിങ്ങൾ പി ക്യു ആർ എസ് എന്ന് വിചാരിക്കട്ടോ. അതായത് ഈ പി എസ് ആർ ക്യൂ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അതാണ് ഞാൻ അവിടെ വരച്ചത്. അതായത് ഈ ഷേപ്പാണ് ഞാൻ അവിടെ വരച്ചതെന്ന് വിചാരിക്കാം. അപ്പം നോക്ക്, ഇതെന്താ വരിക? പി എസ് ആർ ക്യൂ. ഓക്കെ, അപ്പോൾ അതിലേ നമ്മൾ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവുന്ന ആംഗിൾ ഏതാണ്? ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. എടാ, ബാക്കിയുള്ളത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ കാരണം എന്ന് അറിയാം? എന്താ കാരണം? നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പം ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞു. അതേപോലെ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിമിലർലി എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്ര വരുള്ളൂ? 90 ഡിഗ്രി വരുള്ളൂ. അത് അങ്ങനെ വരുള്ളൂ. കാരണം മറ്റൊരുത്തടുത്ത സെയിം ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് അതേപോലെ ഈ ട്രയാങ്കിൾ നോക്കുക. ഈ ട്രയാങ്കിൾ നോക്കുമ്പോൾ ഇതേപോലെ ഈ സെയിം മെത്തേഡ് വെച്ച് ചെയ്തു പോയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് കിട്ടും. അതേപോലെ ഈ ട്രയാങ്കിൾ വെച്ച് പോവുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് കിട്ടും. അതായത് ഈ ആംഗിൾ 90 ആണെന്ന് കിട്ടും, ഈ ആംഗിളും 90 ഡിഗ്രി ആണെന്ന് കിട്ടും, ഈ ആംഗിളും എല്ലാ ആംഗിൾസും 90 ഡിഗ്രി. എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണെങ്കിൽ അത് റെക്റ്റാങ്കിൾ ആവാം, സ്ക്വയർ ആവാം. പക്ഷെ സ്ക്വയർ ആവണമെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്നുള്ളൊരു കണ്ടീഷൻ വരണം. അങ്ങനെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്നൊന്നും നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ക്ലെയിം ചെയ്യാൻ കഴിയില്ല, അങ്ങനെ പ്രൂവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, വെറുതെ ഉണ്ട് സ്ക്വയർ ആണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, അതിന് കാരണം വേണ്ടേ? അങ്ങനെ ഒരു കാരണം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്താണ്? റെക്റ്റാങ്കിൾ ആണ്. ജസ്റ്റ് 90 ഡിഗ്രി മാത്രമാണെങ്കിൽ അതെന്താണ്? എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയതുകൊണ്ട് അതെന്താണ്? റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, 90 ഡിഗ്രി, അതായത് റെക്റ്റാങ്കിൾ 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ അതാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത ദിവസം നോക്കാം. എ ബി സി ഡി ഈസ് എ റോംബസ് ഹൂസ് വൺ ആംഗിൾ ഈസ് 60 ഡിഗ്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദി റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽസ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അത് എ ബി സി ഡി എന്താണ്? ഒരു റോംബസ് ആണ്. റോംബസ് നമുക്ക് ഈസി ആയിട്ട് ഒരു റോംബസ് വരയ്ക്കാൻ പറ്റും. നമുക്ക് ഒരു റോംബസ് ഇതാ നോക്കണം. നമ്മളിപ്പോൾ ഒരു റോംബസ് വരച്ചു എന്ന് വിചാരിക്കാം. ഇത് റോംബസ് അല്ല, ഏകദേശം ഈക്വൽ സൈഡ്സ് ആണെങ്കിൽ റോംബസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിൽ വിചാരിക്കാം, റോംബസ് ആണെന്നുള്ള രീതിയിൽ വിചാരിക്കാം. അപ്പോൾ റോംബസിന് സ്വാഭാവികമായിട്ട് എന്തുണ്ടായിരിക്കും? 2 ഡയഗണൽസ് ഉണ്ടായിരിക്കും. ഒരു ഡയഗണൽ, 2 ഡയഗണൽസ്. അപ്പോൾ ഈ 2 ഡയഗണൽസ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡയഗണൽസ് കണ്ടുപിടിക്കാൻ പറ്റും. ഡയഗണൽസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിനേക്കാളും ഈസി ആയിട്ട് അതിന്റെ റേഷ്യോയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മക്കളെ നോക്കാം. അപ്പോൾ ഡയഗണൽസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ത്? ഇപ്പോൾ ഫസ്റ്റ് ഡയഗണലാണെങ്കിൽ ഫസ്റ്റ് ഡയഗണൽ 2 ഡയഗണൽസ് ആണല്ലോ ഉണ്ടാവുക. D1 ഈസ് ഈക്വൽ ടു ഇത്ര നോക്കിയാൽ മതി, ഹാഫ് ഇൻറ്റു എ സൈൻ θ/2 എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. ഓക്കെ, എന്താ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി D2 എടുക്കുകയാണെങ്കിലോ ഹാഫ് ഇൻറ്റു എ കോസ് θ/2 ഈ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. അപ്പം നമ്മളുടെ കേസിൽ എ എന്ന് പറഞ്ഞ സൈഡാണ്, അതായത് ഇതിന്റെ ലെങ്ത് ഉണ്ടാവുമല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. സൈഡ് ലെങ്ത് റോംബസ് ആകുമ്പോൾ ഈക്വൽ ലെങ്ത് ആണ് ഉണ്ടാവുക. അപ്പോൾ ആ ഈക്വൽ ലെങ്ത്തിൽ ഓരോ സൈഡ്, ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും, ഇതാണ് എ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ, അതായത് നമ്മളെ കേസിൽ ഇപ്പോൾ റോംബസ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ റോംബസിൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഉണ്ടാവുമല്ലോ, ഒരു ആംഗിൾ, ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ആ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ, ആ ആംഗിൾ ആണ് എന്ത് പറയുന്നത്? തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാം കിട്ടിയിട്ടുണ്ട്. എ അറിയില്ല, ഓക്കെ, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. അപ്പം ഹാഫ് ഇൻറ്റു എ ഇൻറ്റു സൈൻ θ/2 എന്ന് പറയുമ്പോൾ എന്താ വരിക? സൈൻ ഓഫ് 60/2. എന്താ കാരണം എന്ന് മനസ്സിലായില്ലേ? തീറ്റ എത്രയാണോ അതാണ് എന്തെന്ന് പറയുന്നത്? ആ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ കേസിലാണെങ്കിൽ ഹാഫ് ഇൻറ്റു എ കോസ് θ/2 അല്ലെങ്കിൽ കോസ് θ/2 അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോസ്
60/2. അപ്പൊ ഇവിടുത്തെ കേസിലെ ഫസ്റ്റ് കേസിലാണെങ്കിൽ D1 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഹാഫ് ഇൻറ്റു എ ഇൻറ്റു പറടാം സൈൻ 60/2 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 30 ആണ്. എന്താണ്? സൈൻ 30 ആണ്. ഈ സൈൻ 30 കോസ് 30 ടാൻ 30 ഇതിന്റെ കുറച്ച് വാല്യൂസ് ഒക്കെ ചിലപ്പം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും സൈന് കോസ് ടാൻ എന്നുള്ള ഇതിന്റെ വാല്യൂസ് ഒക്കെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് പഠിച്ചാൽ അത് സെറ്റ് ആക്കി എടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് സൈൻ 30 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയോ എത്രയാണ്? 1/2 ആണ്. സൈൻ കോസ് 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3/2 ആണ്. ടാൻ 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/√3 ആണ്. ഇതേപോലെ സൈൻ 60 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തിരിച്ചാലോചിക്കാനുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. ഈ 30 1/2 ആണ്. കോസ് 30 എത്രയാണ്? √3/2 ആണ്. അപ്പൊ 60ന്റെ കേസിലാവുമ്പോൾ അത് തിരിഞ്ഞു വരുന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. സൈൻ 60 എന്ന് പറയുമ്പോൾ എന്താ വരിക? √3/2. കോസ് 60 എന്ന് പറയുമ്പോൾ എന്താ വരിക മക്കളെ? 1/2. ടാൻ 60 എന്ന് പറയുമ്പോൾ എന്താ വരിക മക്കളെ? √3. അപ്പൊ അതാണ് എന്ത്? ഓരോന്നിന്റെ വാല്യൂസ് അറിയാത്ത ആൾക്കാരാണ് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ബൈഹാർട്ട് പഠിക്കുക. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി വലിയ ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഹാഫ് ഇൻറ്റു സൈൻ 60/2 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്താണ്? സൈൻ 30 ആണെന്ന് മനസ്സിലായി. സൈൻ 30 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? 1/2 ആണ്. എന്താണ്? 1/2 ആണ്. ഓക്കെ. ഇനി അതേപോലെ D2 എന്ന് പറയുന്ന സമയത്ത് എന്താണ്? 1/2 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എന്താണ്? എ ആയിട്ട് തന്നെ നിൽക്കട്ടെ, നമുക്ക് അറിയില്ലല്ലോ. ഇനി കോസ് 60/2 എന്ന് പറയുമ്പോൾ കോസ് 30 ആണ്. കോസ് 30 എന്ന് പറഞ്ഞാൽ എന്താണ്? √3/2. ഓക്കെ, നമ്മളിവിടെ എഴുതിയല്ലോ കോസ് 30 √3/2 എന്നുള്ളത്. അപ്പൊ ആ ഒരു സംഭവം പഠിച്ചാൽ ഈസിയാണ്. അപ്പൊ ഇവിടെ എന്താ വരിക? മുകളിൽ ആ ഒരു 1 1 മാത്രമേ ഉള്ളൂ. 1 1 മൾട്ടിപ്ലൈ ചെയ്താൽ 1 തന്നെ. പിന്നെ എ ഉണ്ട്. അപ്പൊ എ ഡിവൈഡ് ബൈ താഴത്ത് 2 2 ആണ്. 2 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 4. ഇനി ഇവിടുത്തെ കേസിൽ ഇവിടെ മുകളിൽ ആരുണ്ട്? 1ഉം √3 ആണ്. എയും √3 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? A√3 എന്ന് കിട്ടും. താഴത്താണെങ്കിൽ 2ഉം 2 ഉണ്ട്. എന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? A/4ഉം A√3/4 എന്നുള്ള രീതിയിൽ. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഇതില് ഡയഗണൽസിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. ഡയഗണൽസിന്റെ റേഷ്യോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇത്ര ചെയ്താൽ മതി. ആ D2 ഡിവൈഡ് ബൈ D1. റേഷ്യോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് ചെയ്താൽ മതി. ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. പിന്നെ യൂഷ്വലി നമ്മൾ റേഷ്യോ എന്ന് മാത്രം പറയുകയാണെങ്കിൽ വലുത് ഡിവൈഡ് ബൈ ചെറുത് എന്നുള്ള രീതിയിലാണ് ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് D2 ഡിവൈഡ് ബൈ D1 ചെയ്തത്. അപ്പൊ അത് കാരണം എന്താണ്? ഇവിടുത്തെ കേസിൽ ഇയാളായിരിക്കും വലുത്, ഇയാളായിരിക്കും വലുത്. സ്വാഭാവികമായിട്ട് ഇവിടെ √3 എന്നുള്ള ഒരാൾ എക്സ്ട്രാ ഉണ്ട്, അതായത് 1.73. അപ്പൊ എക്സ്ട്രാ ഒരാളുള്ളതുകൊണ്ട് D2 തന്നെയാണ് എന്തായിട്ട് വരിക? വലുതായിട്ട് വരിക. അതായത് വലുത് ഡിവൈഡ് ബൈ ചെറുത് എന്നുള്ളതിന്റെ ഒരു റേഷ്യോ, അല്ലെങ്കിൽ D2 ഡിവൈഡ് ബൈ D1 എന്നുള്ളതിന്റെ ഒരു റേഷ്യോ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് D2 എന്ന് പറയുമ്പോൾ എന്താ വരും മക്കളെ? A√3/4. ഇവിടുത്തെ കേസിൽ D1 എന്ന് പറയുമ്പോൾ എന്താണ്? A/4. ഇവിടെ 4ഉം 4ഉം ഉണ്ട്, ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി ആരാണ്ടാവുള്ളൂ? A√3/A. അപ്പൊ എയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി ആരാണ്ടാവുള്ളൂ? 1. √3/1 അല്ലെങ്കിൽ എന്താണ്? √3:1 ആണ് ഇതിന്റെ റേഷ്യോ. അപ്പൊ അതാണ് മക്കളെ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? √3:1 ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയഗണൽസ് കണ്ടുപിടിക്കാൻ പറ്റും. ഡയഗണൽസ് കിട്ടിക്കുകയാണെങ്കിൽ പിന്നെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ എപ്പോഴും നമ്മൾ വലുത് ഡിവൈഡഡ് ബൈ ചെറുത് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ നോക്കുന്ന സമയത്ത് തന്നെ കാര്യം മനസ്സിലായി. D2 ഉണ്ട്, D1 ഉണ്ട്. അപ്പൊ D2 ആണ് ഇവിടെ വലുത് വരിക. കാര്യം ഇവിടെ √3 എന്നുള്ള ഒരു എക്സ്ട്രാ ഒരാൾ വന്നിട്ടുണ്ട്. √3 എന്ന് പറഞ്ഞാൽ 1.73 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇയാളാണ് വലിയ ആള്. വലിയ ആൾ ഡിവൈഡ് ബൈ ചെറിയ ആൾ എന്ന് പറയുമ്പോൾ എന്താണ്? D2 ഡിവൈഡ് ബൈ D1 ആണ്. നമ്മൾ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ആൻസർ കിട്ടി. അപ്പൊ അതാണ് ഇതിന്റെ ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. In the figure given below, AN and CP are perpendicular to the diagonal BD of the quadrilateral. Then അങ്ങനെയാണെങ്കിൽ അതായത് നമുക്കൊരു എന്ത് തന്നിട്ടുണ്ട്? ഒരു പാരലോഗ്രാം in given figure AN and CP are perpendicular to the പാരലോഗ്രാം എന്ന് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ANഉം CP, അതായത് ഇയാളും എന്താണ്? പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ടു ദി ഡയഗണൽ BD. ഈ ഡയഗണലിന് പെർപെൻഡിക്കുലർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ANഉം CPയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. നോക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് ഡയഗണൽ ആണ് അല്ലെ? അതായത് ഇത് ഡയഗണൽ ആവുന്ന സമയത്ത് ഇവിടെ മുകളിൽ ഉണ്ടാവുന്ന ഏരിയയും താഴെ ഉണ്ടാവുന്ന ഏരിയയും എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. എന്താണ്? ഈക്വൽ ആയിരിക്കും. രണ്ടും ഈക്വൽ അല്ലേ? ഈ ട്രയാങ്കിളിനെ അതായത് ഈ വലിയ കോർഡിലേറ്ററിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്ന ആളാണ് ആര്? ഈ ഡയഗണൽ എന്ന് പറയുന്ന ആള്.
അപ്പോൾ ഡയഗണൽ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ട്രയാങ്കിൾ എ ബി ഡിയുടെ ഏരിയയും എ ബി ഡിയുടെ ഏരിയ എന്തിൻ്റെയോട് ഈക്വൽ ആയിരിക്കും, ഇതിന്റെ ഏരിയ ഈസ് ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആയിരിക്കും, ഏരിയ ഓഫ് എന്തിന്റെ ആംഗിൾ ബി സി ഡി. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ഈ ആളുടെ ഏരിയയും ഇയാളുടെ ഏരിയയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. മക്കളെ ഏരിയ കിട്ടി അല്ല, ഏരിയ ഈക്വൽ ആണെന്ന് കിട്ടി. ഞാൻ ഏരിയ ഒന്ന് കണ്ടുപിടിച്ചൂടെ? ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബി ഡിന്റെ ഏരിയ പറഞ്ഞാൽ ഇതാണ് ആള്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതാൻ പറ്റും. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏരിയന്റെ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ ബേസ് എന്താണ്, ഇത് ഈ ബി ഡി എന്ന് പറയുന്ന ആളാണ് ഇവിടുത്തെ കേസിൽ എന്ത്, ബേസ്. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുമ്പോൾ ബി ഡി. ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരിക, ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഹൈറ്റ്. മനസ്സിലായല്ലോ, അതാണ് ഹൈറ്റ്. കാര്യം ഈ 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ആളാണ് എന്ത് പറയുന്നത്, ഹൈറ്റ്, ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ വരിക, എ എൻ. ഇതേപോലെ ബി സി ഡിയുടെ കാര്യം പറയുമ്പോൾ എന്താ വരിക, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഈ ബേസ് ഇവിടെ ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിലും ബേസ് ഏതാണ്, ഇയാൾ തന്നെയാണ്, ബി ഡി ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു, മക്കളെ നോക്കുക, ബി ഡി ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുന്ന സമയത്ത് എന്താ വരിക, ഹൈറ്റ് ഇതാണ് ഹൈറ്റ്, ഈ ട്രയാങ്കിളിൽ ഇതാണ് ഹൈറ്റ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, എന്താ വരിക, സി പി. ശരിയല്ലേ? ഈ ഹാഫ് രണ്ട് സൈഡിലുണ്ട്, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബി ഡിയും രണ്ട് സൈഡിലുണ്ട്, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ബാക്കി ആരേ ഉണ്ടാവുള്ളൂ, എ എൻ ഈസ് ഈക്വൽ ടു സി പി. ഇതാണ് എ എൻ ഈസ് ഈക്വൽ ടു സി പി. ഓപ്ഷൻ ഏതാണ്, തേർഡ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇത്രയാണ് മക്കൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത്. നല്ല ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.